അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക്. സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി പാസാക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലായി. അവശ്യ സർവീസുകൾ മാത്രമാകും ഇനി പ്രവർത്തിക്കുക. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി പാസാക്കാതെ വന്നതോടെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുമ, തീർച്ചയായും അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതെന്ന് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ഒരു തർക്കം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഒരു ധനാനുമതി ബില്ല് അത് പാസ്സാക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഈ രീതിയിൽ സർക്കാർ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ അമേരിക്കയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ 1-നാണ്. ഈ ഗവൺമെൻറ് വകുപ്പുകളുടെ ചെലവിനുള്ള ധനാനുമതി ബിൽ US കോൺഗ്രസ് പാസ്സാക്കി അത് പ്രസിഡന്റ് ഒപ്പിടുകയാണ് ചെയ്യുന്നത്. ഈ അനുമതി ലഭിച്ചാൽ മാത്രമാകും വകുപ്പുകൾക്ക്, സർക്കാർ വകുപ്പുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന മൂലമാണ് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ജീവനക്കാരുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്തായാലും ഇതിൽ തീരുമാനമാകാതെ വന്നതോടുകൂടി തന്നെ അമേരിക്കയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സ്തംഭിക്കും. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും സ്തംഭനാവസ്ഥയിലേക്ക് പോകും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി അവശ്യ സർവീസുകൾ മാത്രമാകും പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം പേരെ ഇത് ബാധിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ധനാനുമതി ബിൽ പാസ്സാകാതെ വന്നതോടെ നിലവിലെ സർക്കാർ ജീവനക്കാരെല്ലാം തന്നെ അവധിയിൽ പോകുമെന്നാണ് പറയുന്നത്. ഈ ഒരു സെനറ്റിൽ വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയുമായി സമവായത്തിൽ എത്തിയിട്ടില്ല. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എന്തായാലും ഒരു 7 പേരാണ് ഇതിനോട് അനുകൂലിക്കേണ്ടത്. എന്നാൽ 2 പേർ മാത്രമാണ് ഇതിന് അനുകൂല തീരുമാനത്തിലേക്ക് വരുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇവർ പറയുന്നൊരു കാര്യം, നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. ഈ ആവശ്യം വൈറ്റ് ഹൗസ് നിഷേധിച്ചതോടെയാണ് ഈ ബില്ലിലൊരു ഇതിലൊരു തീരുമാനം ആകാതെ പോയതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ധനാനുമതി ബില്ല് പാസ്സാകാതെ വന്നതോടുകൂടി തന്നെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. എന്തായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒരു സമവായത്തിലേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇത് 5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ അവിടെ ബാധിക്കുമെന്നാണ് പറയേണ്ട ഒരു കാര്യം. ഈ ജീവനക്കാർ ശമ്പളമില്ലാതെ വന്നതോടുകൂടി തന്നെ ഒരു താൽക്കാലിക അവധിയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ താൽക്കാലിക അവധിയിൽ പോകുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു ഭീഷണിയും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ സ്തംഭനാവസ്ഥയിലേക്ക് പോവുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ഒരു തർക്കം മൂലം ധനാനുമതി ബിൽ പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയേണ്ട കാര്യം. എന്തായാലും ഒക്ടോബർ 1, അതായത് ഇന്ന് മുതലാണ് അവിടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം നിയമപരമായി നൽകാൻ കഴിയുക ഈ ധനാനുമതി ബിൽ പാസ്സാക്കുന്നതോടുകൂടിയാണ്. എന്നാൽ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നതാണ് പറയേണ്ട കാര്യം. ഇതൊരു 5 ലക്ഷത്തോളം ജീവനക്കാരെ ബാധിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു സ്തംഭനാവസ്ഥയിലേക്ക് തന്നെ അമേരിക്കയിലെ സർക്കാർ വകുപ്പുകൾ പോകുന്നതെന്നാണ് അരുണിമ പറയേണ്ടത്. ശരി, അമേരിക്കയിലെ സർക്കാർ സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി പാസ്സാക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമാകും ഇനി പ്രവർത്തിക്കുക. വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.